ഹലോ, മിസ് ബറീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കോർഫക്കാൻ റോഡ് ട്രിപ്പ് കഴിഞ്ഞപ്പോൾ എത്തി നിൽക്കുന്നത് അൽറഫീസ ഡാമിലാണ്. വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണിത്. കോർഫക്കാൻ വരുന്നവരാരും തന്നെ ഇവിടെ മിസ് ചെയ്യരുത്. പിന്നെ ഇവിടെ ആക്ടിവിറ്റീസ് ആയിട്ട് ബോട്ടിംഗ്, കയാക്കിംഗ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് ബോട്ടിങ്ങിനൊന്നും പോകുന്നില്ല, കാരണം ഇവിടെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ക്യൂ കാണാം. അപ്പോൾ ഇപ്പോൾ അവധി ആയതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചയൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. നല്ലൊരു വ്യൂ ഉണ്ട് അവിടെ. നമുക്ക് അവിടെയൊക്കെ പോയി ഒന്ന് നോക്കാം. ഞങ്ങൾ വേറൊരു സ്ഥലത്താണ് വെച്ചാൽ വന്നേ. അപ്പം ഞങ്ങൾക്ക് ഇവിടെയാണ് കാറ് പാർക്ക് ചെയ്യാൻ സ്പേസ് കിട്ടിയത്. നമുക്കിതിൻ്റെ ഫ്രണ്ടിലോട്ട് പോകാം. അപ്പം നമ്മളിത് അവിടെ ചെന്ന് ഇതിനകത്ത് കയറി ഈ താഴെക്കൂടെ വരും എന്ന് തോന്നുന്നു. ബിനോയ്, ഇതിലേ പറ്റൂലേ? എനിക്ക് നമ്മൾ ഇതിൻ്റെ ഒന്ന് ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ വരാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗിയായിട്ട് ചെടികളൊക്കെ വെച്ച്. ഭംഗിയുള്ള തൂണ്, നല്ല ചെടികൾ. രണ്ട് സൈഡിലും ഇതുപോലെ ചെടികൾ വെച്ചിരിക്കുക. നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇതിൻ്റെ അങ്ങേയറ്റത്ത് പോയി നിന്ന് നോക്കാം. ഇവിടെ ഒരു നല്ല വ്യൂ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് എൻ്റെ മേളൊക്കെ കാണാൻ. അമ്മയും അച്ഛനും ആബിക്കുട്ടനും അവിടെ നിൽപ്പുണ്ട്. ബിനോയ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ. ഒക്കെ അങ്ങോട്ട് പോവാം. താഴെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള കുറേ സാധനങ്ങളുണ്ട്. വേണ്ട, നല്ല ഭംഗി.
നിറച്ച് പാറയൊക്കെ ഉണ്ട്. അങ്ങോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. ഇവിടുന്ന് നമുക്ക് ഇനി താഴത്തിറങ്ങണം. അപ്പം ഞാനിനി താഴെ ചെന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം. കണ്ടോ, നല്ല രസമുണ്ട്. ഇറങ്ങണം പക്ഷെ. ഹായ്. ഹായ് ഹായ്. എവിടെ പോണു? എൻ്റെ കാലൊന്ന് കഴുകാ. ഇവിടെ താറാവാണ്, താറാവ്. നല്ല തണുത്ത വെള്ളം കേട്ടോ. അച്ഛൻ ഇറങ്ങി വാ. നല്ല തണുത്ത വെള്ളം, കാല് കഴിക്കും അച്ഛാ. അങ്ങനെ അതേ അച്ഛനും വന്നിട്ടുണ്ട്. നല്ല സുഖല്ലേ അച്ഛാ? പാറ ചവിടരുത് കേട്ടോ. നല്ല തണുപ്പ്. മീനൊന്നും ഇല്ലെന്ന് തോന്നുന്നു, പക്ഷെ വെള്ളത്തിൽ ഞാൻ നിൽക്കുന്നു. നമുക്ക് ഇവിടുന്ന് അപ്പുറത്തെ സൈഡിലോട്ടും ഒക്കെ പോകാം കേട്ടോ. പക്ഷെ ഇവിടെ അത്രയ്ക്ക് ആളില്ല, അതാ ഞാൻ ഇവിടെ അങ്ങ് നിൽക്കുന്നത്. നോക്കിയാൽ എന്ത് രസമാണ് ആ മലയുടെ എല്ലാം മേളിൽ ടവർ. ഇതിനകത്ത് കയറാനായിട്ട് നമുക്ക് കാശ് കൊടുക്കുകയൊന്നും വേണ്ട. പക്ഷേ അതായത് കണ്ടി ആൾക്കാർ പോകുന്ന ഈ ബനാന ബോട്ട്, പിന്നെ അങ്ങനെയുള്ള ഈ കുഞ്ഞു കുഞ്ഞ് റൈഡ് ഇതിലൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ മേളിൽ നിന്ന് കൂപ്പൺ എടുക്കണം. അപ്പം കുഞ്ഞുള്ളതുകൊണ്ട് ഞങ്ങൾ അവത്തേലൊന്നും കയറുന്നില്ല. ഇതാ നമ്മുടെ ആവിക്കുട്ടൻ രംഗത്തെത്തി. അയ്യേ, ആവിക്കുട്ടൻ്റെ സോക്സ് നനഞ്ഞേ. അയ്യയ്യേ. ഹായ്. വേണ്ട വേണ്ട വേണ്ട, ഇവിടം വരെ മതി. ആവിക്കുട്ടൻ്റെ ന്യൂഡിൽസ് മുടി. ഓ, അങ്ങ് ആർമാദിക്കുന്നു. ഹൈ 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 ഹൈ. ആ ഇവിടെ നിന്നാലേ ആബിയുടെ ഫോട്ടോ എടുക്കാം. ആവുവേ, ആരുടെയും വേറെ ഡ്രസ്സൊന്നും നനയ്ക്കണ്ട, ആവുവിന് മാത്രമേ വേറെ തുണിയുള്ളൂ. എത്തി അച്ഛാ, ഇതിൻ്റെ അപ്പുറത്തോട്ട് വിടണ്ട. ഇവിടം വരെ കല്ലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതിൻ്റെ താഴത്ത് കുയ്യാൻ തോന്നുന്നു. നമ്മൾ കൂടുതൽ പരിപാടിക്ക് പോകേണ്ടതുകൊണ്ട്. അയ്യോ, വെള്ളത്തിൻ്റെ തണുപ്പാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത. ഇതോ ഇവിടുന്ന് നോക്കിയാൽ വെള്ളോട്ട് എന്ത് ഭംഗിയാന്ന്. അപ്പുറത്തെ സൈഡിൽ കൂടെ ആൾക്കാർക്ക് താഴോട്ടിറങ്ങാം. പക്ഷെ താഴോട്ടിറങ്ങുന്നത് കുറച്ച് സൂക്ഷിച്ച് വേണം, തെന്നി പോകാൻ ചാൻസ് ഉണ്ട്. നോക്കി കണ്ടു ഇറങ്ങിയാൽ മതി. ആബിക്കുട്ടനെ ഇനി നിവിടത്തുന്ന പന്തി അല്ലാത്തതുകൊണ്ട്
ഷൂ ഇട്ടിരിക്കുന്നതിനാൽ വെള്ളത്തിലിറങ്ങുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ കേട്ടോ ഇവിടെ വന്ന്. കുഞ്ഞാപ്പൊന്നെ സെൽഫി നമുക്കപ്പോൾ ഈ ബോട്ടല്ലല്ലോ എന്തോ അതിൻ്റെ പേര് അറിയൂല. പോ നമുക്കകത്തെ കയറാൻ പാം. ഒരൊറ്റപ്പെട്ട താറാവ് പോകുന്നു. നിൽക്കടാ അവിടെ. വെള്ളം കുടിക്കുന്നോ? എന്തൊരു പച്ച കളറല്ലേ വെള്ളത്തിന്. ഇതെന്താണ് പായലാന്ന് തോന്നുന്നു. ഹായ് നോക്കി വേണ്ട നോക്കി കണ്ട കുളിച്ചതാണ് താറാവ്. അയ്യയ്യേ, നിങ്ങൾക്ക് നാണമില്ല. താറാവ് കുളിക്കുന്ന പോയി നോക്കിക്കൊണ്ടിരിക്കുക. അയ്യേ, ഞാൻ വീഡിയോ വരെ എടുത്തു കേട്ടോ. കുഞ്ഞൻ കുളിക്കുന്നോ? കുഞ്ഞാപ്പനാൻ്റെ അച്ചാപ്പൻ ഇങ്ങോട്ടൊന്ന് നോക്കൂ. അവിടെ എന്തിരിക്കുന്നു നോക്കാൻ? നോക്ക്, എൻ്റെ മുകളിൽ കണ്ടു ഒരു കോട്ട. ഓ, ഇനി നീട്ടിയാ ഞാൻ വെള്ളത്തിൽ വീഴും. കോട്ട ആവിക്കുട്ട നിലത്തിറങ്ങിയിട്ടുണ്ട്. ആവിക്കുട്ടനെ പേടിയാ ഇവിടെ വിടാൻ. ഒരൊറ്റ ഓട്ടം അങ്ങ് ഓടും. ദേ പോകുന്നു. തൊടുന്നൊന്നും ഇഷ്ടമല്ല. ആവിക്കൊട്ടനെ കയ്യെ പിടിക്കുന്നതൊന്നും വലിയ താല്പര്യമില്ലാത്തൊരു പരിപാടിയാണ്. ഇവിടെ ഫുൾ താറാവുകളുടെ ഒരു മേടാണ്. ഞാനൊന്ന് അപ്പുറത്തെ വശം വരെ പോയിട്ട് വരാമേ. ആവിക്കുട്ടനെ എടുത്തതിനാണ് ഇപ്പോൾ കരയുന്നത് അവിടെ. ഈ ഒരു താറാവ് കരയുന്ന ഒച്ചയാണ്. എനിക്ക് നീ പാറയിലൊക്കെ തട്ടിയിട്ട് ഭയങ്കര ഒച്ചയുണ്ട്. ഇതിൻ്റെ പൊക്കം നോക്ക്. ഇതിൻ്റെ മുകളിലാണ് ആ കോട്ട കണ്ട. പിന്നെ മുകളിലായിട്ട് കുറേ ടവറൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് കുറച്ച് ഒരു തുരുത്ത് മാതിരി ഇതാ ഇവിടം വരെയുണ്ട് കേട്ടോ. അത് പക്ഷെ അങ്ങോട്ട് നടന്നു പോകാനൊന്നും പറ്റില്ല. നടുഭാഗത്ത് പിന്നെ അങ്ങ് നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുവാണ് അങ്ങറ്റം വരെ. ഇവിടെ ടിക്കറ്റ് എടുക്കുന്നിടത്ത് ഭയങ്കര ക്യൂ ആയിരുന്നത് കൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ഞങ്ങൾക്ക് 2-3 സ്ഥലത്തോട്ടും കൂടെ പോകണം. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവിടെ ചെല്ലുമ്പം കാണിക്കാം. എന്തിനാ വാഷ്റൂമിൽ പോയി. ഓ, അപ്പം നമുക്ക് വലിയ കാറിനടുത്തോട്ട് പോവാം. നിറച്ച് പൂക്കളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മൂന്ന്
ചെടികൾ. നെല്ലിമരം പോലത്തെ ഒരു മരം. ഇതായിരുന്നു ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് കളിക്കുന്ന പ്ലേയിങ് ഏരിയ. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല ഭംഗിയുള്ള നടപ്പാത കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അറ്റം വരെ കിടക്കുക. ഇങ്ങനെ അങ്ങ് കെട്ടി അങ്ങ് അറ്റം വരെ കാല് കഴിക്കുവാണെങ്കിൽ ഇവിടെ ഇരിക്കാം. ഞങ്ങളെന്തായാലും ഇപ്പം ഇവിടെ നിന്ന് തിരിച്ച് പോവാണ് അടുത്ത സ്ഥലത്തോട്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചയൊന്നും തീർന്നിട്ടില്ല. ബാക്കി അടുത്ത വീഡിയോയ്ക്കകത്ത് നമുക്ക് കാണാം. തൽക്കാലം ഞാൻ നിർത്തുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ ബൈ ബൈ.